നരകാസുരൻ്റെ പ്രേരണയനുസരിച്ച് അവർ പീഡൻ എന്ന സേനാനായകനെ മുൻനിർത്തി ശ്രീകൃഷ്ണനോട് യുദ്ധത്തിന് വന്നു. ഭഗവാൻ അവർ 7 പേരെയും പീഡനെയും നിഷ്പ്രയാസം കൊന്നു. പിന്നീട് നരകാസുരൻ തന്നെ 65 ആനപ്പടകളുമായി യുദ്ധത്തിൽ വന്നു. ആനകൾ പാലാഴിയിൽ നിന്നുണ്ടായവയും ഐരാവതത്തിൻ്റെ വംശത്തിൽപ്പെട്ടവയും അത്യധികം ശക്തിയുള്ളവയുമായിരുന്നു. സത്യഭാമയോടുകൂടി ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാന്റെ നേരെ നരകാസുരൻ ശതഗ്നി എന്നൊരു ആയുധം പ്രയോഗിച്ചു. നരകാസുരൻ്റെ സൈനികരും ഒരേ സമയത്ത് കൃഷ്ണന് നേരെ പലവിധ ആയുധങ്ങളും അയച്ചു. ശരപ്രയോഗം കൊണ്ട് ഭഗവാൻ നരകൻ്റെ സൈന്യത്തെ വളരെ വേഗം നിഗ്രഹിച്ചു. ഗരുഡൻ്റെ ആക്രമണം നേരിടാൻ കഴിയാതെ നരകാസുരൻ്റെ ആനകൾ പിന്തിരിഞ്ഞു ഓടി. പിന്നീട് ഏകനായി ആനപ്പുറത്തിരുന്നു കൊണ്ട് നരകാസുരൻ ഭഗവാനോട് യുദ്ധം ചെയ്തു. ഗരുഡൻ്റെ നേരെ നരകൻ ശക്തിയേറിയ ഒരു വേൽ പ്രയോഗിച്ചു. ആ വേൽ കൊണ്ട് നരകാസുരൻ വജ്രായുധത്തെ പോലും തടുത്തിട്ടുണ്ട്. അത് ഏറ്റിട്ടും ഗരുഡന് കുലുക്കമൊന്നും ഉണ്ടായില്ല. നരകാസുരൻ ശ്രീകൃഷ്ണൻ്റെ നേരെ ശൂലമോങ്ങി. അത് പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ആനപ്പുറത്തിരിക്കുന്ന അവൻ്റെ തല ഭഗവാൻ ചക്രായുധം കൊണ്ട് മുറിച്ച് വീഴ്ത്തി. നരകാസുരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ